അഫ്ഗാനിസ്ഥാനിലെ ഭരണകക്ഷിയായ താലിബാനുമായി ഔദ്യോഗിക സൈനിക സഹകരണ കരാറിൽ ഒപ്പുവെച്ച് റഷ്യ. മോസ്കോയിൽ നടന്ന അന്താരാഷ്ട്ര സുരക്ഷാ ഫോറത്തിലാണ് ഇരുവിഭാഗവും കരാർ ഒപ്പിട്ടത്. താലിബാൻ സ്ഥാപകൻ മുല്ല മുഹമ്മദ് ഒമറിന്റെ മകനും നിലവിലെ പ്രതിരോധ മന്ത്രിയുമായ മുഹമ്മദ് യാക്കൂബ് അടക്കമുള്ള ഉന്നത താലിബാൻ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. താലിബാൻ ഭരണകൂടത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്ന ലോകത്തിലെ ഏക രാജ്യമായി മാറി റഷ്യ. പുതിയ കരാറിലൂടെ അഫ്ഗാനുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. കരാറിന്റെ വിശദാംശങ്ങൾ ഇരുപക്ഷവും പുറത്തുവിട്ടിട്ടില്ലെങ്കിലും യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കാൻ താലിബാൻ തങ്ങളുടെ പരിചയസമ്പന്നരായ പോരാളികളെ അയക്കുമോ എന്ന തരത്തിലുള്ള ചർച്ചകൾക്ക് ഇത് വഴി തുറന്നിട്ടുണ്ട്. 2024 റഷ്യയുമായി പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചതിന് പിന്നാലെ ഉത്തര കൊറിയ ആയിരക്കണക്കിന് സൈനികരെ മോസ്കോയുടെ സഹായത്തിനായി വിന്യസിച്ചിരുന്നു. എന്നാൽ താലിബാനുമായി അത്തരമൊരു ധാരണയുള്ളതായി നിലവിൽ തെളിവുകളൊന്നുമില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. 1979 സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാൻ അധിനിവേശം നടത്തിയപ്പോൾ സോവിയറ്റ് സൈന്യത്തിനെതിരെ പതിറ്റാണ്ടുകളോളം സായുധ പോരാട്ടം നടത്തിയ അഫ്ഗാൻ മുജാഹിദീനുകളുടെ ഭാഗമായിരുന്നു താലിബാൻ എന്ന ചരിത്ര പശ്ചാത്തലമുള്ളതിനാൽ ഇപ്പോഴത്തെ റഷ്യ താലിബാൻ സൈനിക സഖ്യമേറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. റഷ്യ ലോകത്തിലെയും മേഖലയിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയാണെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ വിസ്തൃതമാവുകയാണെന്നും സമ്മേളനത്തിൽ സംസാരിച്ച താലിബാൻ പ്രതിരോധ മന്ത്രി മുഹമ്മദ് യാക്കൂബ് വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.